നമ്മൾ വയനാട് ജില്ലയിൽ അപ്പാട് എന്ന സ്ഥലത്ത്, മീനങ്ങാടി അപ്പാട് എന്ന സ്ഥലത്ത് ഒരു ചെറിയ അക്വാപോണിക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം വീണ്ടും ആ സാറ് തന്നെ വീണ്ടും ഒരു അക്വാപോണിക്സ് ഇവിടെ നമ്മളൊരു വീടിൻ്റെ പിറകുവശത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2 വരിയിൽ കല്ലടുക്കിയിട്ട് അതിൽ HDPയുടെ 500 മൈക്രോൻ്റെ ടാർപോളിൻ ഉപയോഗിച്ച് ലൈനിങ് ചെയ്ത് അത് മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് ഒരു വരി കല്ലൂടെ അതിൻ്റെ മുകളിൽ വെച്ചു, ഗ്യാപ്പ് കാണാത്ത രീതിയിൽ. കണ്ടോ, ഈ രീതിയിൽ ഒരു വരി കല്ലൂടെ വെച്ച് അതൊന്നുകൂടെ ബലപ്പെടുത്തി. അപ്പോൾ ഓവർഫ്ലോ ഒക്കെ നമുക്ക് ഈ കല്ലിൻ്റെ ഗ്യാപ്പിലൂടെ പൊയ്ക്കോളും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രാസ് ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഗ്യാസ്. അത് നമ്മളതിൽ വിരിച്ച് ചുറ്റും വിരിച്ച് അത് ഭംഗിയാക്കി. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് പോട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് ഗ്രാസൊക്കെ നല്ല വിരിച്ച് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇവിടെ കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ പുറത്തെ ടാങ്കറിൽ നിന്നാണ് വെള്ളം അടിച്ചത്. പിന്നെ നമ്മൾ താഴത്തെ കോഴിക്കാർപ്പിൻ്റെ പോണ്ടിൽ ഒരു 100-200ഓളം തിലോപ്പിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി പോയി. അതിനെ പിടിച്ച് നമ്മളിതിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഈ പോട്ടിലൊക്കെ കുറച്ച് മെറ്റലുകൾ ഫില്ല് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെടികൾ നടുക. അപ്പോൾ നമ്മൾ തിലാപ്പിയനെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ പിടിച്ച് മാറ്റാൻ പോയിട്ടുണ്ടെന്ന് നമ്മുടെ സ്റ്റാഫ് പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ പോയി തിലാപ്പിയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഈ പോട്ടിലേക്ക് കുളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ല, അക്വാപോണിക്സ് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ വെള്ളത്തിൻ്റെ ഔട്ടും ഇന്നും എല്ലാം ക്രമീകരിച്ചു, ഫ്ലോ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ടൈമർ വെച്ചിട്ടില്ല. നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വാക്വം ചെയ്തെടുക്കുന്ന രീതി, സൈഫൺ രീതിയാണ് ചെയ്തിരിക്കുന്നത്. മോട്ടറിന് പവർ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫ്ലോ ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഒരു വെഞ്ചുറി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തിലാപ്പിക്ക് ഓക്സിജൻ കൂടുതൽ വേണ്ട, ഓക്സിജൻ ഡിഫിഷ്യൻസി ഭയങ്കരമായിട്ടുണ്ടാവും. DO ലെവൽ 6 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് സർവൈവ് ചെയ്യുകയുള്ളൂ, നന്നായിട്ട് വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരു വെഞ്ചുറിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെഞ്ചുറി ആകുമ്പം എയറും കിട്ടും, എയർ വലിച്ച് തള്ളി നന്നായിട്ട് എയർ മിക്സ് ആവും വെള്ളത്തിൽ. ഇതിൻ്റെ വലിയ തിലാപ്പിയായിരുന്നു കേട്ടോ, അതിൽ താഴെ കിടന്ന് കോഴിക്കാർപ്പിൻ്റെ പോണ്ടിൽ കിടന്നത്. അപ്പോൾ തിക്നെസ് കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി അവിടെ ഒരു ഫിൽട്രേഷൻ വേറെ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു.